Figure shows the circuit that contains 3 resistances 9 ohm each and 2 inductors 4 millihenry each. Reading of ammeter at the moment of closing the switch. നമുക്ക് LR സീരീസ് DC സർക്യൂട്ട്, ഇൻഡക്ടറും റെസിസ്റ്ററും സീരീസ് ആയിട്ട് ഒരു DC സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡീകേ ഓഫ് കറണ്ട് എന്നാണ് നമ്മൾ അവിടെ വിളിക്കുക. കാരണം റെസിസ്റ്റർ മാത്രമാണ് സർക്യൂട്ടിലെങ്കിൽ എന്ത് ചെയ്യും, കറണ്ട് ലീനിയർലി ഇൻക്രീസ് ചെയ്യും അക്കോർഡിംഗ് ടു ഓംസ് ലോ. ഷാർപ്ലി സഡൻലി ലീനിയർലി ഇൻക്രീസസ്. ബട്ട് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഇൻഡക്ടർ എന്താ ചെയ്യുന്നത്, കറണ്ടിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുക. അപ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അത് ഒപ്പോസ് ചെയ്യും, കുറയ്ക്കാൻ ട്രൈ ചെയ്യും, കുറയുന്ന സമയത്ത് അത് ഇൻക്രീസ് ചെയ്യാനും ട്രൈ ചെയ്യും. അങ്ങനെ ഒരു ഒപ്പോസിഷൻ ഉള്ളതുകൊണ്ട് LR സർക്യൂട്ടിൽ കറണ്ട് സ്ലോലി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇൻക്രീസ് ചെയ്യുള്ളൂ, ഗ്രാജുവൽ. അതുകൊണ്ട് അതിനെ നമ്മൾ ഗ്രോത്ത് എന്നാണ് വിളിക്കുക. എന്നിട്ട് ഗ്രോത്തിൻ്റെ അറ്റ് എനി ഇൻസ്റ്റൻറ്റിൽ ഗ്രോത്ത് ഇക്വേഷൻ എഴുതുമ്പോൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ദി കറണ്ട് LR സീരീസ് സർക്യൂട്ട്, LR സീരീസ് DC സർക്യൂട്ട് I0 ഇൻറ്റു 1 മൈനസ് e റേസ് ടു മൈനസ് t ബൈ ടോ ആണ്. ഇവിടെ ടോ ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു L/R. നോക്കിയേ, അറ്റ് ദി മൊമെന്റ് ഓഫ് ക്ലോസിംഗ് ദി സ്വിച്ച് എന്നാണ്. ദാറ്റ് മീൻസ് ടി എന്ന് പറയുന്നത്, സ്മോൾ ടി എന്ന് പറഞ്ഞാൽ അറ്റ് ദി ഇൻസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ടി എന്ന് പറയുന്നത് നമ്മൾ എന്താ കൺസിഡർ ചെയ്യുക, ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ I0 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ടി, അതിൽ ടിക്ക് 0 കൊടുത്താൽ ഇ റേസ് ടു 0 1 ആണ്, 1 മൈനസ് 1 0 ആണ്. Therefore current is equal to 0. Means at the instant of closing the switch an inductor blocks DC. അപ്പോൾ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന മൊമെന്റിൽ ഇൻഡക്ടർ എന്ത് ചെയ്യും, DCയെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചതും അറ്റ് ദി മൊമെന്റ് ഓഫ് ക്ലോസിംഗ് ദി സ്വിച്ച്. അപ്പോൾ നോക്കിയേ, കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ഇതുവഴി ഇവിടെ വരും. ഇനി പാരലായിട്ടാണ് 3 നെറ്റ്വർക്കുകൾ അവിടെ ഉള്ളത്. നോക്കുക, ആദ്യത്തെ നെറ്റ്വർക്കിൽ എന്തുണ്ട്, ഇൻഡക്ടർ ഉണ്ട്. ഈ നെറ്റ്വർക്കിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതല്ല അറ്റ് ദി ഇൻസ്റ്റന്റ് ഓഫ് ക്ലോസിംഗ് ദി സ്വിച്ച്. അടുത്തത് ആരാണ്, റെസിസ്റ്റർ ആണ്. ആ കറണ്ട് ഇങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യും. പക്ഷെ റൈറ്റ് സൈഡിലേക്ക് നോക്കി, വീണ്ടും ഒരു ഇൻഡക്ടർ റെസിസ്റ്റീവ് സർക്യൂട്ടാണ്. ഇൻഡക്ടർ അവിടെ കറണ്ടിനെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതും ഇനാക്റ്റീവ് ആണ് അറ്റ് ദി മൊമെന്റ് ഓഫ് ക്ലോസിംഗ് ദി സ്വിച്ച്. അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് നെറ്റ്വർക്ക് എങ്ങനെയാണ് ഉണ്ടാവുക, ആണ് അമീറ്റർ വേണമെങ്കിൽ കൊടുക്കാം. അമീറ്റർ 9 വോൾട്ട് സപ്ലൈ, ദെൻ 9 ohm റെസിസ്റ്റർ. ഓക്കെ, അപ്പോൾ അമീറ്റർ എത്രയാ കറണ്ട് റീഡ് ചെയ്യുക, സിമ്പിൾ. I is equal to V/R ആണ്. അപ്ലൈഡ് വോൾട്ടേജ് 9 വോൾട്ട് ആണ്, റെസിസ്റ്റൻസ് 9 ohm ആണ്. ഹെൻസ് അമീറ്റർ റീഡ്സ് എ കറണ്ട് ഓഫ് 1 ആംപിയർ.